ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദേ ഇന്ന് കുറെ നാൾക്ക് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഉദ്ദേശിച്ചതല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചൊരു ചേച്ചി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, എന്താ ഇപ്പൊ വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ വീഡിയോ എടുക്കാന്ന് ഓർത്താണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കണേ. അപ്പൊ ദേ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളെല്ലാവരുമായിട്ട് പുറത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കണേട്ടോ. അതേ ലുവാനാണെങ്കിൽ അവിടെ പിള്ളേര് ബോൾ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പത്തേ ഇത് നമ്മുടെ അന്നയുടെ ഒക്കെ പുതിയ പൂച്ചയാണ്. അപ്പത്തേ ലുവാനും ആണെങ്കിൽ അതിനെ നോക്കിക്കാണ് നമ്മുടെ പൂച്ചയും കാണിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഇപ്പൊ എല്ലാ ദിവസം മഴ കാരണം അതേ മഴ പെയ്യാണ്. അപ്പത്തേ നമ്മള് ലുവാനുവിന് രാവിലത്തെ ഫുഡ് കൊടുക്കണം കേട്ടോ. അവനിപ്പോ അതേ മഴ വരുമ്പോ ഈ കൈ ഇങ്ങനെ കളിക്കലാണ് പരിപാടി. അപ്പോഴാണ് അതേ നമ്മള് ചുമ്മാ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വെപ്പുകളിയുടെ മറ്റേ ചെട്ടിനാട് ബിരിയാണി കണ്ടത്. അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം തോന്നിയിട്ടാ. പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ബിരിയാണി വെക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ഇൻസ്റ്റാമാർട്ട് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ബിരിയാണിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാ. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ നഗറ്റ്സും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ലുവാനുവിനെ വേഗം കുളിപ്പിക്കുകയും അവന്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ബിരിയാണിന്റെ പരിപാടി തുടങ്ങി. ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊരു ടൈപ്പ് ഡേറ്റ്സ് ആണ്, ടൈലോ ഡേറ്റ്സ്. ഞാൻ ചുമ്മാ ഇൻസ്റ്റാമാർട്ടിൽ കണ്ടപ്പോ മേടിച്ചതാണ്. അപ്പൊ ദേ ലുവാനുവിനെ കുളിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ദേ ലുവാനുവിന്റെ ഫുഡ് ആദ്യം റെഡി ആക്കിയിട്ട് അവനും ഒരു ചെറിയ രീതിയിൽ ഒരു ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് അത് കഴിഞ്ഞ് ഞാൻ ദേ നമ്മുടെ ചെട്ടിനാട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇച്ചിരി കുഴഞ്ഞു പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഉള്ളിലേക്ക് നല്ല രീതിയിലൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് പടത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മളപ്പോ സീനത്തിലാണ് പോയത്. അപ്പൊ സ്പൈഡർമാൻ നേരത്തെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തേക്കണം, ടിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കണ്ണടയൊക്കെ മേടിച്ചിട്ട് കയറിയിട്ടായിരിക്കും. ഈ പടത്തിന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു രസത്തിന് പോയതാണ്. എന്തായാലും രസമുണ്ട്, കണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് പടമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ലുവാനുകുട്ടൻ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ വന്നപ്പോ തന്നെ സോനുവിന് ഒരു ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. മിനിമലിസ്റ്റിന്റെ എന്തോ സെറം കണ്ട് അവൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവള് പൊട്ടിച്ച് നോക്കണേട്ടാ. അപ്പൊ നമ്മുടെ ലുവാനുകുട്ടന്റെ പരിപാടി ഇതാണ്. ഇപ്പൊ അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെടുക്കലാണ് പരിപാടി. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പൊ ഇന്നത്തേക്ക് അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.